അല്ല നിങ്ങളിപ്പോ കുറെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലെ? നെഗറ്റീവ് തലത്തിൽ പല കമന്റ്സ് വരുന്നുണ്ട്, പല വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പൊ വീട്ടുകാരെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ വീട്ടുകാര്, ഇപ്പൊ ഫാമിലി, അമ്മയായിരിക്കാം, പെങ്ങളായിരിക്കാം, അവരെ വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ അല്ല എനിക്ക് ചോദിക്കാലോ, ഞാനൊരു ഇന്റർവ്യൂവർ, എനിക്ക് ചോദിക്കാലോ. അനാവശ്യം പറയരുത്. എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു, ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. ഹലോ 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 ദീപക്, ഇവിടെ ഞാനിവിടെ ചോദിക്കുന്നുണ്ട്. എന്റെ ചോദ്യം ശരിയാവണില്ല. ചോദിക്കണം, ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു. വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു വിചാരിക്കാം, അമ്മ പെങ്ങൾ ഞാൻ വന്നപ്പോൾ നോക്കണുണ്ടോ ഇവളുടെ ഒരുമാതിരി ചോദ്യം. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? പരശുരാമൻ എന്നോട് മേടിക്കും. ഞാൻ നിങ്ങളെ ഗസ്റ്റായി വിളിച്ചാൽ എനിക്ക് ചോദിക്കാനുള്ള അവകാശം. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ ഇത്ര നേരം നല്ല മാന്യതയോടെ സംസാരിച്ചത്. ചോദ്യം ചോദിച്ചത് വരെ നല്ല മാന്യതയോടെ. മാന്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ മാന്യത്വം പറയും. അതിനപ്പുറത്തേക്ക് പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. നിങ്ങളാണ് ഇന്റർവ്യൂ വിളിച്ചത്. അതെ, പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ല. നമ്മൾ നാണം കെടുത്താൻ വേണ്ടിട്ട്. ആരാണെങ്കിൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം തരാൻ ഞാൻ മാന്യായിട്ടല്ലേ ചോദിച്ചത്. അത് നിങ്ങൾ തല്ലാനാണോ? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പേരെടുത്തിട്ടൊന്നും ഞാൻ വീട്ടുകാർ പറഞ്ഞു. അവളെന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്നോട് കളിച്ച അവളെ ഞാൻ കുരിച്ചെടുത്ത് കൂപ്പിരിടിച്ച് ചവിട്ടുകൊടി തടിച്ചനും പൊട്ടിച്ചനും. എനിക്ക് പറ്റില്ലടാ, ഞാൻ ഇട്ട് പോവാൻ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദോഷം അത്ര നിർബന്ധമാണ്. ഞാൻ തരാൻ വണ്ടിക്കൂലി. വേഗം സ്ഥലം പെടും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.